മുഖ്യമന്ത്രി ചർച്ചയിൽ ഘടകകക്ഷികൾക്ക് പ്രസക്തിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് എം ഹസൻ രാവിലെ പ്രതികരിച്ചിരുന്നു. ഘടകകക്ഷികളോട് അഭിപ്രായം തേടുക മാത്രമാണ് കോൺഗ്രസ് ചെയ്തതെന്നും എം ഹസൻ ഡൽഹിയിൽ പറഞ്ഞു. ഹസന്റെ പ്രതികരണത്തിൽ മുസ്ലിം ലീഗിനും വി ഡി സതീശൻ പക്ഷത്തിനും അതൃപ്തിയുണ്ട്. അഭിപ്രായം പറഞ്ഞതിന് ആക്രമിക്കുന്ന രീതി ശരിയല്ല എന്നാണ് ലീഗിന്റെ നിലപാട്. 1995 എ കെ ആന്റണിയെ മുഖ്യമന്ത്രിയാക്കിയത് ഘടകകക്ഷികളുടെ പിന്തുണ കൂടി പരിഗണിച്ചാണെന്ന് സതീശൻ വിഭാഗവും ചൂണ്ടിക്കാട്ടുന്നു. നമുക്ക് ഹസന്റെ പ്രതികരണം കാണാം. പറഞ്ഞിട്ടില്ല, അതൊക്കെ മാധ്യമങ്ങൾ തടഞ്ഞതാണ്, അല്ലാതെ അവരോട് ആളുകളെ ചോദിക്കുന്നതാണോ തടയുന്നത്? ഘടകകക്ഷികൾക്ക് ഇതിൽ വലിയ കാര്യമില്ല. എന്താണെന്നറിയാമോ, കോൺഗ്രസിന്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിച്ചാൽ പറയാം. അവരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമാണ് ഇപ്പോൾ രാഷ്ട്രീയം തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിക്കൂ. അസ്ലം തുടരുന്നുണ്ട്. അസ്ലം, ലീഗിന് ഇതിൽ കാര്യമില്ല എന്നല്ല ഹസൻ പറഞ്ഞത്, ഘടകകക്ഷികൾക്കേ കാര്യമില്ല എന്നാണ് പറയുന്നത്. ഘടകകക്ഷികൾക്ക് ഇതിനകത്ത് ഒരു കാര്യവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേസമയം നിരീക്ഷകർ കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ ഈ ഘടകകക്ഷികളുടെയൊക്കെ അഭിപ്രായങ്ങൾ തേടിയതുമാണ്. ഇപ്പോഴും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകുന്നു ഡൽഹിയിൽ എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നതിനിടയിലാണ് ഹസന്റെ ഈ പരാമർശം. ഹസൻ, തൽക്കാലത്തേക്ക് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടിയും ഈ പ്രതികരണത്തെ ലീഗ് നേതാക്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിന് മറുപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? പക്ഷേ നാളത്തെ യോഗത്തിന് ശേഷം നേതാക്കൾ ഒരു കൃത്യമായ മറുപടി തന്നെ നൽകാനുള്ള സാധ്യതയുണ്ട്. ഘടകകക്ഷികൾ ഈ ലീഗിന്റെ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യമാണ്, യു ഡി എഫിന്റെ ഒരു കീഴ്വഴക്കമുണ്ട്. പാർട്ടി നടത്തിൽ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെതായിരിക്കും, അവരായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. അതേസമയം തന്നെ ഘടകകക്ഷികളോട് കൂടി അഭിപ്രായം തേടുക എന്നൊരു പതിവുണ്ട്, അത് ഇത്രവണ്ണം പാലിക്കുമെന്ന് പറഞ്ഞു. ഇക്കാര്യം അവർ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ MLA-മാരുടെ അഭിപ്രായം തേടാൻ വന്ന ഹൈക്കമാൻഡ് പ്രതികൾ എല്ലാ ഘടകകക്ഷികളെയും തിരുവനന്തപുരത്തേക്ക് വിളിപ്പിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തു. അവരുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരും കൃത്യമായി പറയുന്നതോടൊപ്പം തന്നെ മറ്റൊരു പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അത് ഘടകകക്ഷികളെ അറിയിക്കണം, ആശയവിനിമയം നടത്തണം എന്നുകൂടി പറഞ്ഞു. മാധ്യമങ്ങളിലൂടെ അറിയുന്ന ഒരു രീതി ഉണ്ടാവരുതെന്നുകൂടി അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ആ അർത്ഥത്തിൽ കൃത്യമായ ആശയവിനിമയം ഹൈക്കമാൻഡുമായി വെച്ചുകൊണ്ടിരിക്കുകയും അത്തരം പുതിയൊരു ആശയവിനിമയത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഘടകകക്ഷികൾക്ക് ഒരു റോളുമില്ല എന്ന് എം ഹസൻ പറഞ്ഞ വലിയ തോതിലുള്ള അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ഒരു പ്രതികരണത്തിലേക്ക് പോയി മറ്റു പ്രകോപനങ്ങളിലേക്ക് പോകാൻ ലീഗ് തയ്യാറാവുന്നില്ല എങ്കിൽ പോലും കൃത്യമായ വിമർശനം ലീഗിന് ഇക്കാര്യത്തിൽ അതൃപ്തി ഇക്കാര്യത്തിലുണ്ട്. കാരണം 1995 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കോൺഗ്രസ് മുന്നണി ആയിക്ക് തന്നെ MLA-മാരുടെ പിന്തുണ അപ്പുറത്തേക്ക് ഘടകകക്ഷികളെ പിന്തുണ മുൻനിർത്തി സർക്കാരുകൾ വീഴുകയും അല്ലെങ്കിൽ പുതിയ സർക്കാർ ഉണ്ടാവുകയും ചെയ്ത ചരിത്രം കൂടി UDF മുന്നിലുണ്ട്, അതുകൂടി വയ്ക്കുന്നുണ്ട്. ഇതോടൊപ്പം സമാനമായി ഒരു കാര്യം VD പക്ഷം കൂടി എം ഹസനെതിരെ രംഗത്ത് വന്നിരുന്നു. അതായത് അവർ ഉന്നയിക്കുന്ന കാര്യം 95 കാര്യം തന്നെയാണ്. 95 കെ കരുണാകരനൊപ്പമായിരുന്നു പാർലമെന്ററി പാർട്ടിയിലെ കൂടുതൽ അംഗങ്ങളും. അതേസമയം ആ സമയത്ത് ഘടകകക്ഷികളുടെ തലയെണ്ണിക്കൊണ്ട് അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ പിന്തുണയും പറഞ്ഞുകൊണ്ട് അവരുടെ തലയെണ്ണിക്കൊണ്ട് എ കെ ആന്റണി അധികാരത്തിലേക്ക് വന്നൊരു കാലം, ആ സമയത്ത് എ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചു വന്നതിൽ പ്രധാനിയാണ് എം ഹസൻ. എം ഹസൻ തന്നെ ഇപ്പോൾ ഘടകകക്ഷികൾക്ക് ഒരു റോളുമില്ല എന്ന് പറയുന്നതിലെ ധാർമ്മികത അവർ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിൽ എം ഹസനോടുള്ള ഒരു വിയോജിപ്പ്, അതൃപ്തി മുസ്ലിം ലീഗിനുണ്ട്. അതോടൊപ്പം തന്നെ VD പക്ഷവും അത് പരോക്ഷമായെങ്കിലും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.